നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ഇറ്റലിയിൽ നിന്ന് വന്ന 3 പേരിലും അവരുടെ ബന്ധുക്കൾ 2 പേർക്കും കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതിനോടകം തന്നെ ഒത്തിരിയേറെ പേർ നിരീക്ഷണത്തിലുമാണ്. ഇത് പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തുകയാണ്. 55-കാരനും ഭാര്യയും മകനും ഖത്തർ എയർവേസ് വിമാനത്തിൽ വെനീസിൽ നിന്ന് ദോഹയിലും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കൊച്ചിയിലും എത്തുകയുണ്ടായി. ഇവർ എത്തിയ വിമാനം QR 129 അതോടൊപ്പം തന്നെ QR 514 എന്നീ വിമാനങ്ങളാണ്. കോട്ടയം ചെങ്ങളത്തുള്ള മകളും ഭർത്താവും 4 വയസ്സുള്ള കുഞ്ഞുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി ഇവരെ സ്വീകരിച്ചു. എല്ലാവരും ഒരുമിച്ച് റാന്നി പഴവങ്ങാടി മീമൂട്ടുപാറയിലെ വീട്ടിലേക്ക് പോയി. 55 വയസ്സുകാരൻ്റെ 93 വയസ്സുള്ള പിതാവും 89 വയസ്സുള്ള മാതാവും ഒരു ജോലിക്കാരിയുമാണ് ഈ വീട്ടിൽ. പ്രായാധിക്യമുള്ള മാതാപിതാക്കളെ സന്ദർശിക്കാനാണ് ഇറ്റലിയിൽ നിന്ന് ഇവർ വന്നത് തന്നെ. അയലത്ത് താമസിക്കുന്ന സഹോദരനും കുടുംബവും വീട്ടിലെത്തുകയും ചെയ്തു. ഇവരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. ഇവർ പോയ വഴിക്ക് പിന്നാലെ പോലീസ് ഇപ്പോൾ പരതി നടക്കുകയാണ്. കൊറോണ വൈറസ് ബാധിതർ ഉണ്ടോ എന്ന് നോക്കുകയാണ്. കൊറോണ വൈറസ് ബാധിത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ 28 ദിവസം വീടുകളിൽ തന്നെ കഴിയണമെന്നാണ് ഇതിനോടകം തന്നെ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ പ്രവാസികൾ ഇതിനോടകം തന്നെ കനത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇവരോ ആ വീട്ടിലെ മറ്റുള്ളവരോ പുറത്തുള്ളവരുമായി ഒരു സമ്പർക്കവും പാടില്ല. താനും രോഗമുണ്ടെന്ന് സംശയിച്ചാൽ നേരെ ആശുപത്രിയിൽ പോകരുത്. വിവരം ആരോഗ്യവകുപ്പിനെ അറിയിക്കുക. ആശുപത്രിയിൽ എപ്പോൾ എങ്ങനെ എത്തണമെന്ന് അവർ നിർദ്ദേശിക്കുന്നതായിരിക്കും. ബസ് ഉൾപ്പെടെ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കരുത്. സ്വന്തം വാഹനം ആകാം. ആംബുലൻസ് ആവശ്യമെങ്കിൽ ആരോഗ്യവകുപ്പ് ലഭ്യമാക്കുന്നതായിരിക്കും. അതും എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണങ്ങളും ആരോപണങ്ങളും അവകാശവാദങ്ങളും പ്രവഹിച്ചു വരികയാണ്. ഇതേ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആധികാരിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക, അവ പാലിക്കുക. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതായിരിക്കും. അങ്ങനെ പ്രവാസികൾക്ക് വേണ്ടി ഒത്തിരിയേറെ സജ്ജീകരണങ്ങളാണ് കേരളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രവാസികൾ ആരും ഭയക്കേണ്ടതുമില്ല, ആശങ്കപ്പെടേണ്ടതുമില്ല. ജാഗ്രത മാത്രം മതിയെന്നാണ് അധികൃതർ പറയുന്നത്. ഇതോടൊപ്പം തന്നെ മംഗളൂരുവിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിച്ചയാളെ കാണാതായിരിക്കുകയാണ്. ദുബായിൽ നിന്ന് മംഗളൂരു വിമാനത്താവളത്തിലെത്തിയ ഇയാളെ കൊറോണ വൈറസ് ലക്ഷണങ്ങളോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തന്നെ. ഞായറാഴ്ച എത്തിയ ഇയാളെ കടുത്ത പനിയെ തുടർന്ന് ജില്ലാ വെൻലോക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പനി, ചുമ, ശ്വാസതടസ്സം ഇയാളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പനി, ചുമ, ശ്വാസതടസ്സം, മൂക്കൊലിപ്പ് എന്നിവയാണ് COVID-19 പൊതുവായ ലക്ഷണങ്ങൾ എന്നത്. ചൈന ഉൾപ്പെടെ വൈറസ് ബാധിത രാജ്യങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയ ഇവരിൽ മാത്രമാണ് രോഗസാധ്യത കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരക്കാർക്ക് ചുമ, പനി തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടായാൽ അടിയന്തരമായി ചികിത്സയും തേടണം. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം മാസ്ക് ധരിച്ചാൽ മതിയെന്ന് അധികൃതർ പറയുന്നത്. COVID-19 ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നവർ, വൈറസ് ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നവർ മാത്രം മാസ്ക് ധരിച്ചാൽ മാത്രം മതിയാകും. രോഗബാധ തടയാൻ കൈകൾ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് സമയമെടുത്ത് കഴുകണം. സോപ്പും വെള്ളവും ലഭ്യമല്ലാത്ത അവസരങ്ങളിൽ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള സാനിറ്റൈസർ ഉപയോഗിക്കാം. മുഖംമൂടിയ ശേഷമേ ചുമയ്ക്കാനും തുമ്മാനും പാടുള്ളൂ. വായ മറച്ച് ടിഷ്യൂ മാലിന്യപ്പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം കൈകൾ വൃത്തിയാക്കുകയും ചെയ്യണം. വൃത്തിയില്ലാത്ത കൈ കൊണ്ട് മുഖം, കണ്ണുകൾ, വായ എന്നിവയിൽ സ്പർശിക്കരുത്. COVID-19 ബാധിത രാജ്യങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യണം. വേവിക്കാത്ത ഇറച്ചി, മുട്ട എന്നിവ കഴിക്കുകയോ തിളപ്പിക്കാത്ത പാൽ കുടിക്കുകയോ ചെയ്യരുത്. ചുമ, തുമ്മൽ തുടങ്ങി ശ്വസന സംബന്ധമായ രോഗമുള്ളവരുമായി അടുത്തിടപഴകരുത്. അതിനാൽ തന്നെ പ്രവാസ ലോകത്ത് ഇപ്പോൾ കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ മുൻകരുതലായി എടുത്തുകൊള്ളണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.